അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, SNEC വിദ്യാർത്ഥിനികളെ, അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നമ്മുടെ SNEC ഈ വർഷത്തെ 2ാം സെമസ്റ്ററിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സെമസ്റ്റർ കഴിഞ്ഞു, പരീക്ഷയൊക്കെ വളരെ ഭംഗിയായി നടന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തോടുകൂടെ നമ്മുടെ വിദ്യാഭ്യാസ യാത്ര വിജയിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു റിസൾട്ടുകളൊക്കെ വന്നത്. ആപേക്ഷികമായി ഉയർന്ന വിജയശതമാനം നേടിയെടുക്കാൻ ഇപ്രാവശ്യം വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. കഠിനാധ്വാനം ചെയ്ത ഉസ്താദാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരുവാനും ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദീനിന് സേവനം ചെയ്യുവാൻ ഉതകുന്ന വിധത്തിലുള്ള, സമൂഹത്തിനും നന്മകൾ ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരുപാട് വിജ്ഞാനങ്ങൾ കരഗതമാക്കാനുള്ള എല്ലാ വഴികളും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പണ്ഡിത സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യാത്ര അള്ളാഹുവിന് വേണ്ടിയുള്ള യാത്രയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. എല്ലാ യാത്രയും അങ്ങനെയാണ് ആവേണ്ടത്. നമ്മുടെ എല്ലാ പ്രവർത്തനവും അങ്ങനെയാണ് ആവേണ്ടത്. നമുക്ക് അവസാനം ചെന്നെത്തേണ്ടത് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലാണ്, അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിലേക്കാണ്. ആ ഒരു ബോധം നമ്മുടെ പഠന സമയത്തും എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടതാണ്. അതിനാവശ്യമായ ഗുണവിശേഷണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് മർമ്മപ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരികളുടെ അപകടകരമായ, വളരെ ദയനീയമായ പരാജയത്തെ, അത് ആ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥം നാം എല്ലാം മനസ്സിലാക്കിയതാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, ആ ശാശ്വതമായ ആ വീട്, ആ സുഖലോക സ്വർഗം, നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഫസാദോ അഹങ്കാരമോ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മാത്രം നൽകുന്നതാണ്, അവർക്ക് മാത്രം ഞാൻ നിശ്ചയിക്കുന്നതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക് മാത്രമാകുന്നു എന്ന്. ഈ ആയത്ത് നാം എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉള്ളതുപോലെ നാം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താൻ ഉതകുന്ന മഹത്തായ ഒരു ആയത്താണ്. അതോടൊപ്പം ചില ഇൽമിയായ കാര്യങ്ങൾ, നമ്മുടെ പഠനം എങ്ങനെയായിരിക്കണം, ഏതു വിധത്തിലായിരിക്കണം എന്നുകൂടെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് തിൽക്കദ്ദാർ എന്നാണ്, ആ വീട്. ദാറ് എന്ന് പറഞ്ഞാൽ മഹല്ലു സുക്ന എന്നാണ്, സമാധാനത്തിൻ്റെ ഇടം, പാർപ്പിടം. എന്നാൽ എപ്പോഴും ഒരു സമാധാനവും ഒരു നല്ല അന്തരീക്ഷവും ഉള്ള ഇടമായിരിക്കും നമ്മുടെ വീട്. എന്തൊരു പ്രയാസങ്ങൾ വന്നാലും, എന്തൊരു ബുദ്ധിമുട്ട് നാം വന്നാലും അവസാനം നമ്മുടെ വീട്ടിൽ പോയി അഭയം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് മാനസികമായൊരു സമാധാനം അധികവും ഉണ്ടാവുക. ഇതാണ് ദാറിൻ്റെ അടിസ്ഥാനപരമായ ഉപയോഗമെങ്കിലും ദാറുൽ ബവാർ എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് ദാർ എന്ന് പ്രയോഗിച്ചത് മജാസായിട്ട് തഹക്കുമായിട്ടാണ് എന്നൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. ഏതായിരുന്നാലും വീട്, താമസ ഇടം, അതൊരു സമാധാനത്തിൻ്റെ ഇടമാകണം. അതോടൊപ്പം അൽ ആഖിറ, ശാശ്വതമായ വീട് എന്നാണ് ഞാൻ അതിനർത്ഥം നൽകിയത്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആഖിറ എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്നാണ് വാക്കർത്ഥം. അതിൻ്റെ ഭാഷാപരമായ ഹഖീഖിയായ അർത്ഥം അതാണ്. എന്നാൽ അതിൻ്റെ കിനായിയായ അർത്ഥമാണ് ശാശ്വതമായ വീട് എന്നത്. കാരണം അവസാനത്തെ വീടാകുമ്പോൾ അതിൻ്റെ ശേഷം ഇനി മറ്റൊരിടം വരാനില്ല. അപ്പോൾ ഇത് തന്നെയാണ് അവസാനത്തത്. ഇത് ശാശ്വതമായിരിക്കും. ഇത് ശാശ്വതമല്ലാതെ ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ഇത് അവസാനത്തതല്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ
അത് ശാശ്വതമാണ്. തിൽക്കദ്ദാറുദ്ദാഇമ എന്നുകൂടെ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ അർത്ഥം നൽകുകയും ഫല്ലഫ്ലു മുസ്തഅമലുൻ ഫി സ്വരീഹി മഅനാഹു വ കിനായത്തിഹി എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തേതാണ്, അതോടൊപ്പം അത് ശാശ്വതവുമാണ്. ആ ശാശ്വതമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക ആർക്കാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് തുടങ്ങുന്നത് തിൽക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ്. തിൽക്കദ്ദാറുൽ ആഖിറ. തിൽക്ക എന്നത് ഇഷാറത്തിൻ്റെ ഇസ്മാണ്. അത് ബഈദിലേക്ക് ഇഷാറത്ത് ചെയ്യാനുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇഷാറത്തിൻ്റെ ഇസ്മ തി എന്നതാണ്. ദാലിക്കൽ കിതാബു എന്ന് പറയുന്നിടത്ത് ദ എന്നതാണ് ഇഷാറത്തിൻ്റെ ഇസ്മ. അതോടുകൂടെ കാഫും അലിഫും കൂട്ടുമ്പോൾ, കാഫും ലാമും ചേർക്കുമ്പോൾ അത് ബഈദിലേക്കുള്ള ഇഷാറത്തിനാണ് എന്നൊക്കെ നാം പഠിച്ചിട്ടുള്ളതാണ്. ബിദാലി മുഫ്രദിൻ മുദക്കരിൻ അഷിർ ബിദി വദീതി തഅലൽ ഉൻസ തസിർ വബി ഉല ആഷിർ ലിജംഇൻ മുത്ലഖ വൽ മദ്ദു ഔല വാലദൽ ബുഅദ് ഇന്തിഖ ബിൽ കാഫി ഹർഫൻ ദൂന ലാമിൻ ഔ മഅ വല്ലാമു ഇൻ ഖദ്ദംതഹാ മുംതനിഅ എന്ന് അൽഫിയിലെ ബൈത്താണല്ലോ. അപ്പോൾ വലദൽ ബുഅദ് ഇന്തിഖ ബിൽ കാഫി ഹർഫൻ ദൂന ലാമിൻ, ദാലിക എന്നോ ദാക എന്നോ തീക എന്നോ തിൽക എന്നോ ഒക്കെ പറയാം. പക്ഷേ ഇവിടുത്തെ ഇഷാറത്തിൻ്റെ സ്മിത്തി എന്നതാണ്. അത് ബഈദായ ഇഷാറത്തായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതും നാം മനസ്സിലാക്കണം. അങ്ങനെയാണ് നാം പഠിക്കേണ്ടത്. തിൽക്കദ്ദാർ, ആ വീട് എന്ന് പറയാനുള്ള കാരണം അത് വളരെ അകലെയാണ്. അത് കയ്യെത്തും ദൂരത്തല്ല, കയ്യെത്താ ദൂരത്താണ്, കയ്യെത്തുന്നിടത്തല്ല അത്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന. അള്ളാഹുവിൻ്റെ സിൽഅത്ത് അത് വളരെ വില കൂടിയതാണ്, അത് മഹത്വമേറിയതാണ്. ആ മഹത്വത്തിലേക്കും അത് എത്തിപ്പിടിക്കാനുള്ള ആ തീവ്രമായ ശ്രമം ഉണ്ടാവണം എന്നതിലേക്കും ഒക്കെ അതത്ര എളുപ്പമല്ല എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിൽക്ക എന്ന ഇഷാറത്ത് നടത്തിയത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയും അതുപോലെ ബഹുമാനപ്പെട്ട അബു സുഊദ് അടക്കമുള്ള, ബൈളാവി അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ യാഥാർത്ഥ്യം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇഷാറത്തു തഅളീമിൻ കഅന്നഹു ഖാല തിൽക്കല്ലത്തി സമിഅത ഖബറഹ വബലഗക വസ്ഫുഹ എന്നിങ്ങനെ തുടങ്ങി വിശദീകരിക്കുകയാണ്. ആ തഅളീമിലേക്ക്, അതിൻ്റെ മഹത്വത്തിലേക്കുള്ള ഇഷാറത്താണ്. ഇത് തന്നെയാണ് ഖുർആനിൻ്റെ തുടക്കത്തിൽ ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞിടത്ത് ആ കിതാബ് നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും നാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അത് ആ കിതാബാണ്. ഇമാം റാസി അത് വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. ഐന അൻത യബ്ന തുറാബ് വ കലാമു റബ്ബിൽ അർബാബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എവിടെ കിടക്കുന്നു? റബ്ബുൽ അർബാബായ റബ്ബിൻ്റെ കലാമും മണ്ണിൻ്റെ മകനായ നീയും തമ്മിലുള്ള അകലം എത്രയാണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അകലത്തിലേക്ക് സൂചിപ്പിക്കാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തിലേക്ക് സൂചിപ്പിക്കുവാനും ആ ഖുർആനുമായി ഇടപഴകുമ്പോൾ എങ്ങനെ ഇടപഴകണം, അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഉത്ഖനവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാലിക്കൽ കിതാബു എന്ന് ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നത്. ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ആയത്താണല്ലോ ബിസ്മി കഴിഞ്ഞാൽ. അപ്പോൾ ആ കിതാബ്, അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ സ്വഭാവം. അതിലൊക്കെ ഓരോന്നിലും അതിൻ്റേതായ ഗൗരവവും ആശയ ഗാംഭീര്യവും ഉണ്ടാവും. തിൽക്കദ്ദാറുൽ ആഖിറ, ആ ശാശ്വതമായ ആ അവസാനത്തെ വീട്, നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഭൂമിയിൽ ഉലുവ്, അഹങ്കാരം, തകബ്ബുർ, ഒരു മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന ബോധം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും വിനയമുണ്ടാവണം. അപ്പോഴാണ് ഇത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാവുക. അത് മാറി അവനിൽ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാ നാശത്തിൻ്റെയും തുടക്കമാണ്. അതിലൂടെ പിന്നീട് ഹസദ്, കിബർ തുടങ്ങി, ഹസദ്, റിയാ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതോടെ തുടർന്ന് ഫിത്നയും ഫസാദുമായിരിക്കും അവൻ്റെ ജോലി. ഇതൊരു സാധാ മുഅ്മിനിൽ തന്നെ സ്വർഗം ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ടതാണ്. ഫബിൽ ഔല, ഒരു പണ്ഡിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇൽമിൻ്റെ അഹ്ലുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം ഇതായിരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സ് എത്ര കണ്ട് ശുദ്ധിയുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ഇൽമ് അവിടെ സ്ഥലം പിടിക്കുക. നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും ചില വിദ്യാർത്ഥികളൊക്കെ പറയാറുണ്ട്, പഠിച്ചത് മറന്നുപോകുന്നു, ഉപകാരപ്പെടുന്നില്ല, അത് കൂടുതൽ വളരെ പ്രയാസപ്പെടുന്നു. ഇതിലൊക്കെ റബ്ബിൻ്റെ ഭാഗത്തുനിന്നുള്ള ബറക്കത്ത് ലഭ്യമായെങ്കിലേ, അവൻ്റെ ഭാഗത്തുനിന്നുള്ള തൗഫീഖ് ലഭ്യമായെങ്കിലേ ഇതൊക്കെ വേണ്ട വിധത്തിൽ
ഫലപ്പെടുത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിനുണ്ടാവേണ്ടത് അതിൻ്റെ മഹല്ല്, എൽമിൻ്റെ മഹല്ല് ഖൽബാണ്. ആ ഖൽബിൽ ഇത്തരത്തിലുള്ള അഴുക്കുകൾ വരാതെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനു കൂടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നാം വെറും പഠനമല്ല, പഠനം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അത് എളുപ്പമാക്കുവാനും കാലോചിതമാക്കുവാനും എത്ര കണ്ട് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കാൻ സാധിക്കുമോ, ഫ്രണ്ട്ലി ആക്കാൻ കഴിയുമോ, അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ SNEC നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉസ്താദുമാർക്ക് അതിനുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊക്കെ ഫലം തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതൊക്കെ വെറും സബബുകളാണ്. മുസബ്ബിബുൽ അസ്ബാബ് അല്ലാഹുവാണ് ഇത് നൽകുന്നവൻ. അതുകൊണ്ട് ഈ കാര്യത്തിലും നമുക്ക് വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉലുവ് എന്ന് പറഞ്ഞാൽ ഒരു തക്കബ്ബുറാണ്, ഒരു വലുതാവലാണ്, താൻ പൊലിമ തോന്നലാണ്. എന്നാൽ അതിന് വ്യത്യസ്ത അവസ്ഥകളുണ്ട്. അത് ഏറ്റവും പരിപൂർണമായ അവസ്ഥയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറഞ്ഞത്, അൽ ഉലുവു ഫി ദുനിയ അൻ തതവഹമ അന്ന അലൽ ബസീതതി അഹദൻ ഹുവ ശർറും മിൻക. എന്നേക്കാൾ മോശപ്പെട്ട ഒരാൾ ഭൂമിയിലുണ്ട് എന്ന് ചിന്തിക്കുക, അതാണ് കിബർ എന്ന്, അതാണ് ഉലുവ് എന്ന്. എപ്പോഴും നാം ആലോചിക്കേണ്ടത് ഞാൻ വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ആലോചിക്കേണ്ടത് വലിയവരെ കാണുമ്പോൾ മാഷാ അല്ലാഹ് ഒരുപാട് കാലം അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ കഴിഞ്ഞ ഒരാൾ, ഒരുപാട് കാലം അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞ ആൾ, ആ അർത്ഥത്തിൽ അവരോട് ബഹുമാനം ഉണ്ടാവുക. വലിയവർ കുട്ടികളെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത് നല്ലൊരു മോൻ, എന്നെപ്പോലെ ഇത്രയും കാലം കുറേ തെറ്റ് ഞാൻ ചെയ്തു, അത്രയും തെറ്റൊന്നും ചെയ്യാത്ത നല്ല കുട്ടിയാണല്ലോ, ശുദ്ധ ഹൃദയക്കാരനാണല്ലോ, ആ നിലക്ക് കുട്ടി എന്നേക്കാൾ ഉത്തമനാണ് എന്ന ബോധമാണ് അവിടെ ഉണ്ടാവേണ്ടത്. പണ്ഡിതൻ സാധാരണക്കാരനെ കാണുമ്പോൾ ഞാൻ പാണ്ഡിത്യമുണ്ടായിട്ട് തെറ്റ് ചെയ്തവനാണ്, അവൻ വിവരമില്ലാതെ തെറ്റ് ചെയ്തവനാണ്, എന്നേക്കാൾ നല്ലവൻ അവനാണ് എന്ന ബോധമാണ് പണ്ഡിതനുണ്ടാവേണ്ടത്. പാമരനുണ്ടാവേണ്ടത് അയാൾ നല്ലൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ഇൽമു പഠിക്കാൻ കഴിഞ്ഞല്ലോ, അദ്ദേഹം ഭാഗ്യവാനാണ്, എന്നേക്കാൾ ഉത്തമൻ അങ്ങനെയാണ്. ഇങ്ങനെ എല്ലാവരും മറ്റുള്ളവരെ തന്നേക്കാൾ നല്ലവരായി കാണുന്ന അവസ്ഥ, മറിച്ച് മറ്റുള്ളവർ തന്നേക്കാൾ മോശമാണ്, അങ്ങനെ ഒരാൾ ഭൂമിയിലുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് അത് അക്കാബിറിൻ്റെ അടുത്ത് അത് കിബറായിട്ടാണ് പരിഗണിക്കുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അടുത്ത് അങ്ങനെയാണ് പരിഗണിക്കുക. അപ്പോൾ അത് വന്നുപെടുന്നതിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് എന്നല്ലേ അതിൻ്റെ താല്പര്യം. വലാ ഫസാദ് ഉണ്ടാവാൻ പാടില്ല. ഫസാദ് ഇങ്ങനെ ഈ ഒരു ഉലുവ് വന്നു കഴിഞ്ഞാൽ തുടർന്നുണ്ടാവുന്നതാണ് ഫസാദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കലൊക്കെ ഫസാദായിട്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കണ്ണിൽ. നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിൽ കലരാൻ പാടില്ല. അൻത തഹറക ലിഹല്ലി നഫ്സിക വനസീബിക വലൗ ബിനഫസിൻ ഔ ഖത്വ. ഒരു കാൽവെപ്പ് കൊണ്ടോ ഒരൊറ്റ ശ്വാസത്തിൽ ആണെങ്കിൽ പോലും അത് നിന്റെ സ്വയം താല്പര്യത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനല്ലാതെ നിന്റെ വ്യക്തി താല്പര്യം, സ്വജനപക്ഷപാതം, സ്വന്തം താല്പര്യം, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കുക, ഇതൊക്കെ ഫസാദാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറണം. നമ്മുടെ ലക്ഷ്യം കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതല്ലേ നമ്മുടെ ജീവിതം. ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നല്ലേ നമ്മൾ റബ്ബിനോട് പറയുന്നത്, രാവിലെ എണീറ്റ് പറയുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ എല്ലാം, എൻ്റെ പഠനവും എൻ്റെ പഠിപ്പിക്കലും എൻ്റെ എല്ലാം എൻ്റെ റബ്ബിന് വേണ്ടിയാണ്, അതല്ലാത്തതൊന്നും എനിക്കില്ല എന്നല്ലേ പറയുന്നത്. അത് സാക്ഷാത്കരിക്കാൻ, അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് സ്വർഗം ലഭ്യമാവുകയുള്ളൂ. സ്വർഗം ഉണ്ടായെങ്കിലേ, സ്വർഗം ലഭിക്കുന്നവർക്കാണല്ലോ അള്ളാഹുവിൻ്റെ പൊരുത്തം. അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളവർക്കല്ലേ സ്വർഗം ലഭ്യമാവുക. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തിക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആ സ്വർഗം അത് വളരെ മഹത്വമേറിയതാണ്, അത് നാമൊക്കെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തിൽക്ക എന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലമൗളിഉ സൗതി അഹദിക്കും മിനൽ ജന്ന ഖൈറു മിനദ് ദുനിയ മാ ഫിഹാ. നിങ്ങളുടെ ഒരു വടി, ഒരു ചാട്ട, അത് ഭൂമിയിൽ ഇങ്ങനെ കുത്തിവെച്ചാൽ, ഒരു ചാട്ടയുടെ
വലുപ്പം, അതിൻ്റെ വീതി, അതിൻ്റെ തടി നമുക്കറിയാലോ. ഒരു ഇത്ര പോകുന്ന വടി അതിങ്ങനെ കുത്തിവെച്ചാൽ അത് അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന സ്ഥലം, അത് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് എടുക്കുന്ന ആ സ്ഥലം അത് ഖൈറും മിന ദുനിയ വമാ ഫിഹാ, ദുനിയാവിനേക്കാളും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഖൈറാണെന്നാണ്. എങ്ങനെ ഇത് വർണ്ണിക്കാൻ കഴിയുക? അത് വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തിൽക്ക എന്ന് മാത്രം അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ആ സ്വർഗം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ എന്തിനൊക്കെ വേണ്ടി നശ്വരമായ ഈ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്ന് പറയുമ്പോൾ ഒരു മതവിദ്യാർത്ഥിയിൽ നിന്ന്, മതാധ്യാപകരിൽ നിന്ന്, അധ്യാപികമാരിൽ നിന്ന് ഒരിക്കലും വരരുത്. നിഷ്കളങ്കമായ ഹൃദയം ഉണ്ടാവാൻ വേണ്ടി എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്കിലേ നമ്മുടെ ദൗത്യം വിജയിക്കുകയുള്ളൂ. നാം കുറേ ഡാറ്റകൾ കൈമാറി അതുള്ള പരീക്ഷയിൽ ഉണ്ട വിജയം നേടിയ കുറേ ആളുകളെ സമൂഹത്തിന് സമർപ്പിച്ചതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. ഈ അഹങ്കാരികളായ ആളുകൾ ലോകത്ത് എന്തെല്ലാം ഫിത്നയാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ആഖിബത്ത് എത്ര വഹീമായിരുന്നു. ജബലത്ത് ബിൻ ഐഹം എന്ന് പറയുന്ന ഉസാസിനത്തിൻ്റെ അവസാനത്തെ രാജാവായിരുന്നല്ലോ. അദ്ദേഹം മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അവർ പിന്നീട് മുസ്ലിമായി. അവിടുത്തെ അവസാനത്തെ രാജാവാണ് അയാൾ മുസ്ലിമായി മദീനയിൽ വന്നു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ ബഹുമാനിച്ചു, അദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പോയി. അപ്പോൾ തവാഫിനിടയിൽ ഒരു അഅറാബി അദ്ദേഹത്തിൻ്റെ തുണിയിൽ ചവിട്ടിപ്പോയി. അപ്പോൾ ദേഷ്യം വന്ന്, രാജാവാണല്ലോ അയാൾ, മുൻ രാജാവാണല്ലോ, മുഖത്തൊരൊറ്റടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മൂക്ക് പൊട്ടിപ്പോയി എന്നാണ്. ഇത് ഈ അഅറാബിയെ വേദനിപ്പിച്ചു. അഅറാബി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് ആവലാതി പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം എന്നെ അടിച്ചിരിക്കുന്നു, എൻ്റെ മൂക്ക് പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, അയാൾ എൻ്റെ തുണിയിൽ ചവിട്ടിയത് കൊണ്ടാണ്, അയാൾ എന്നെ ചവിട്ടാനില്ലല്ലോ, അതുകൊണ്ടാണ്. ഞാൻ രാജാവല്ലേ, എന്നെ ബഹുമാനിക്കണ്ടേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ ചെയ്ത് ശരിയായില്ല, നിന്നിൽ നിന്ന് ഖിസാസ് എടുക്കണം, ഒന്നുകിൽ അയാളെ തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവസരം നൽകണം എന്ന് പറഞ്ഞു. അത് അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞത്, ഞാൻ ഈ കഅബയുടെ പരിസരത്തല്ലായിരുന്നുവെങ്കിൽ തല കണ്ട് വെട്ടിയെടുക്കുമായിരുന്നു. കോപാകുലനായിരുന്നു അദ്ദേഹം. ലൗലാ ഹുർമത്തുൽ ബൈത്തുൽ ഹറാം ല അഖദ്തുൽ ലദീ ഫീഹി ഐനാ, അവൻ്റെ കണ്ണുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ തല കണ്ട് വെട്ടിയെടുക്കുമായിരുന്നു എന്ന്. പക്ഷേ ആ കഅബയെ ബഹുമാനിച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഞാൻ എന്നെ എങ്ങനെ ഖിസാസ് എടുക്കുന്നത്, ഞാൻ രാജാവല്ലേ, അദ്ദേഹം പിന്നെ സൂഖ സാധാരണ ജനങ്ങളിൽപ്പെട്ട ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ഖദ് സവ്വാ ബൈനകുമാ, ഇസ്ലാം നിങ്ങൾക്കിടയിൽ സമമാക്കിയിരിക്കുന്നു. ഇവിടെ രാജാവും പ്രജയൊന്നുമില്ല, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമമാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ അയാൾ ചില മോശപ്പെട്ട രൂപത്തിൽ സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കർക്കശമായി ഇസ്ലാമിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം ഒളിച്ചോടി ക്രിസ്ത്യാനിയായി. അങ്ങനെ ക്രിസ്ത്യാനിയായി മരിച്ചു. അവസാനം അദ്ദേഹം തന്നെ ഖേദിച്ചു, ദുഃഖിച്ചു. പിന്നീട് മാർഗമില്ല, തിരിച്ചു വരാൻ ഒരവസരവും ഉണ്ടായില്ല. അദ്ദേഹം തന്നെ ദുഃഖത്തോടെ പിന്നെ കവിതകൾ പാടിയ ചരിത്രം നമുക്ക് കാണാം. തനസ്സറത്തിൽ അഷ്റാഫു മിൻ ആരി ലത്മതി വമാ കാന ഫീഹാ ലൗ സബർതു ലഹാ ളറർ തകന്നഫനി മിൻഹാ ലജാജുൻ വനഖ്വതുൻ വബിഅതു ബിഹൽ ഐന വബിഅതു ലഹൽ ഐനൽ സഹീഹത ബിൽ അവർ ഫയാ ലൈത ഉമ്മി ലം തലിദ്നി വലൈതനി റജഅതു ഇലൽ ഖൗലിൽ ലദീ ഖാലഹു ഉമർ എന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അന്ന് ഉമർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കപ്പോൾ വന്ന ഒരു മർക്കടമുഷ്ടിയും ഒരു തരം അഹങ്കാരവും താൻപൊരിമയുമാണ് എന്നെ ക്രിസ്ത്യാനിയാവാൻ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം ദുഃഖത്തോടെ പറയുകയാണ് ഉണ്ടായത്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണ്? നമുക്കറിയില്ല നമ്മിൽ വന്നു പോകുന്ന അഹങ്കാരത്തിന് അള്ളാഹു പിന്നീട് നൽകുന്ന ആഖിബത്ത് എത്ര വഹീമായിരിക്കും, അപകടകരമായിരിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. നാം ചിലപ്പോൾ അത്ര ഗൗരവം കാണില്ല. പ്രത്യേകിച്ച് കിതാബിൻ്റെ മുന്നിലും ഉലമാഇൻ്റെ മുന്നിലും നമ്മുടെ ഉസ്താദുമാരുടെ മുന്നിലൊക്കെ നാം എപ്പോഴും വിനയമുള്ളവരാവണം. അത് നമ്മുടെ ഇൽമിൽ ബറക്കത്തുണ്ടാവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. ആ വിനയം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ, നമുക്കെല്ലാവർക്കും നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അല്ലാഹു തആല ഈ ആയത്തിനെ പറഞ്ഞു വെക്കുന്നത്, അവസാനിപ്പിക്കുന്നത് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആഖിബത്ത് മുത്തഖീങ്ങൾക്കാണ്, അന്തിമ വിജയം മുത്തഖീങ്ങൾക്ക് മാത്രമാകുന്നു എന്നാണ്. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ
ഐന് ഖാഫ് ബാ, ഇതാണ് അതിൻ്റെ ധാതു. ഈ വാക്കുകൾ എടുത്താൽ ഒരു അനന്തര ഫലം അല്ലെങ്കിൽ ഒന്നിൻ്റെ പിന്നിൽ വരുന്നത് എന്നൊരർത്ഥം, തുടരെ വരുന്നത് എന്നൊരർത്ഥം അതിൻ്റെ എല്ലാ വാക്കുകളിലും കാണാം. ആഖിബത്ത് അതിൽ നിന്ന് വന്നതാണ്. ആഖിബ് എന്ന് റസൂലുള്ളാഹിക്ക് പേരുണ്ട്. മുൻഗാമികളായ അമ്പിയാക്കൾക്ക് ശേഷം വരുന്ന, അവരെ പ്രതിനിധിയായി അവർക്ക് പകരമായി വരുന്ന ആള് എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അതുപോലെ മക്കൾക്ക് അഖിബ് എന്ന് പറയും, പേരമക്കൾക്ക് പറയും. അതുപോലെ ലഹു മുഅഖിബാത്തുൻ ബൈന യദൈഹി വമിൻ ഖൽഫി എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ മലക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഅദിൽ പറയുന്നുണ്ട്. ഒരു കൂട്ടം മലക്കുകൾക്ക് ശേഷം അടുത്ത മലക്കുകൾ വരുന്നു, അങ്ങനെ പിന്നാലെ പിന്നാലെ വരുന്ന മലക്കുകൾക്ക് മുഅഖിബാത്ത് എന്ന് പറയും. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹ്, ആ തസ്ബീഹിനെ സംബന്ധിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുഅഖിബാത്തുൻ ലാ യഖീബു ഖായിലുഹുന്ന, നിസ്കാരത്തിന് ശേഷം വരുന്നതായതുകൊണ്ട്, അതിൻ്റെ അഖിബിൽ വരുന്നത് ആയതുകൊണ്ട് 33 തസ്ബീഹ് 33 തഹ്മീദിനെ പറ്റി പറഞ്ഞതാണ്. ഇങ്ങനെ അതിനെ സംബന്ധിച്ച് പറയും. അപ്പോൾ ഒന്നിൻ്റെ ശേഷം പരിണിത ഫലമായി അതിൻ്റെ അവസാനമുണ്ടാകുന്ന സംഗതിക്കാണ് ആഖിബത്ത് എന്ന് പറയാം. ആഖിബത്ത് ഖൈറിനും ഷെറിനും ഉപയോഗിക്കുമെങ്കിലും കൂടുതൽ ഉപയോഗിക്കൽ ഖൈറിനാണ്. എന്നാൽ കാരണം ഷെറിന് ഉഖൂബത്ത്, അത് തെറ്റുകളുടെ പിന്നെ പരിണിത ഫലമാണ്. അതുകൊണ്ട് ഉഖൂബത്ത് അതിനാണ്. ആഖിബത്ത് രണ്ടിനും ഉപയോഗിക്കാറുണ്ട്, കൂടുതൽ ഖൈറിലാണ് ഉപയോഗിക്കാറ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ആഖിബത്ത് എന്ന് പറയുന്നത് അനന്തരഫലമാണ്. അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അനന്തരഫലം അത് വിജയിക്കണമെങ്കിൽ അള്ളാഹ് തരണം. അതാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഖുർആൻ അതുകൊണ്ടാണ് അങ്ങനെ അവസാനിപ്പിച്ചത്. ഈ ആഖിബത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ 2 രൂപത്തിൽ ഖുർആനിൽ ആഖിബത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ എന്നാണ്. ഫസൗഫ തഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ എന്ന് പറയുന്നുണ്ട്. മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ എന്ന് പറഞ്ഞാൽ ആഖിബത്തിനെ മുദക്കറായിട്ടും ഉപയോഗിച്ചു, മുഅന്നസായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ കാണാം. ആഖിബത്തിനെ മുഅന്നസായി ഉപയോഗിച്ചിടത്തൊക്കെ സ്വർഗമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു രൂപത്തിൽ കാണാൻ കഴിയില്ല. ജന്നത്ത് അത് മുഅന്നസാണ്. അപ്പോൾ മുഅന്നസായി ഉപയോഗിച്ചു. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, തെമ്മാടികളുടെ, കളവാക്കിയവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അത് അദാബാണ്. അത് ചിലപ്പോൾ ആഖിറത്തിലാവാം, ദുന്യാവിലാവാം. അപ്പോൾ 2 തരത്തിലുള്ള ആഖിബത്ത് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ അദാബിനെ ഉദ്ദേശിച്ചോ അവിടെയൊക്കെ മുദക്കറായിട്ട് കാന എന്നാണ് പ്രയോഗിച്ചത്. മറ്റൊടുത്ത് തെക്കൂനും മുഅന്നസായിട്ടാണ് ഉപയോഗിച്ചത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഞാൻ ചെറിയ 1-2 ഉദാഹരണം നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ പഠിക്കുമ്പോൾ അവലംബിക്കേണ്ടുന്ന ചില മെത്തേഡുകളെ നിങ്ങളിലേക്ക് നൽകാൻ വേണ്ടി കൂടിയാണ്. ഇതിനൊക്കെ നമ്മൾ കിതാബുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, മുതാലഅ ചെയ്യണം. നമ്മുടെ കിതാബുകൾ പഠിക്കുമ്പോൾ ജലാലൈനി ഓതുമ്പോൾ ശുറൂഹുകൾ നോക്കണം. അപ്പോഴാണ് നമുക്ക് ഇൽമിൽ ബറക്കത്തും ഐശ്വര്യം, ഒരു ലദ്ദത്തും നമുക്ക് ലഭ്യമാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് നന്നായി പഠിക്കുക. ഈ വർഷം നമ്മുടെ ടാലൻസ് മീറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ യൗമുൽ ഇബ്ദാ ക്രിയേറ്റിവിറ്റിയുടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ 100-ലധികം എൻട്രി ഉണ്ടായിരുന്നു. നല്ല ഖിബിലയുടെ ദിശ നിർണയം, അതുപോലെ തന്നെ സക്കാത്തിൻ്റെ കാൽക്കുലേറ്റർ, അതുപോലെ ഹജ്ജിൻ്റെ ചാർട്ട് വിവരിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥലമൊക്കെ വിവരിച്ചുകൊണ്ട് നല്ല മനോഹരമായ പല കാര്യങ്ങളും, അതുപോലെ നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്ന ശാസ്ത്രമേളകൾ, അതിനോട് തുല്യമായ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ നല്ല കഴിവുകൾ പ്രകടമായി എല്ലാവരും പ്രശംസിച്ച ഒരു അവസരമായിരുന്നു അത്. എന്നാൽ അത് ഒന്നുകൂടെ മെച്ചപ്പെടുത്തി കൂടുതൽ അതിനൊരു മതകീയ സ്വഭാവം, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ആ ഒരു സ്വഭാവത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് അത് നല്ല ഒരു ആരെയും നമ്മുടെ SNECയെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള മതിപ്പ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ, നിങ്ങളുടെ ബുദ്ധി വൈഭവത്തെ വളർത്തുന്ന വിധത്തിലുള്ള ചിന്താപരമായി കൂടുതൽ ചിന്തിച്ചുകൊണ്ട് നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങളിൽ നിന്നുണ്ടാവണം എന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ പഠനങ്ങളിലുമൊക്കെ എല്ലാ തരത്തിലുമുള്ള ഖൈറും ബറക്കത്തും സആദത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ, സന്തോഷകരമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.